മുസ്ലിം മത പണ്ഡിതനും ഇപ്പോൾ പുറത്തിറങ്ങിയ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് മലേഷ്യയിൽ രഹസ്യ ജീവിതം നയിക്കുന്ന സക്കീർ നായിക്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പ്രസിദ്ധനായ ആ വ്യക്തി ഇങ്ങനെ പറയും, എല്ലാവരും വെല്ലുവിളിച്ച് പറയും, മുസ്ലിം മതത്തിൽ അവർ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നില്ല, പ്രവാചകനാണ്. അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് ബൈബിളിൽ എവിടെയെങ്കിലും ഒരു സിംഗിൾ സെന്റൻസ് വേർഡ് കാണിക്കാൻ പറ്റുമോ ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതായിട്ട്? സിംഗിൾ വേർഡ് ഒരു സ്ഥലത്തുമില്ല എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. That many of the Christians, they claim and they think that Jesus Christ, peace be upon him, he claimed divinity and he was Almighty God. In fact, if you read the Bible, there is not a single unequivocal statement in the complete Bible where Jesus Christ, peace be upon him, himself says that I am God, or where he says worship me. If any Christian can point out a single verse in the Bible, a single unequivocal statement where Jesus Christ, peace be upon him, himself says, a single unambiguous statement where Jesus Christ, peace be upon him, himself says that I am God, or where he says worship me, I am ready to accept Christianity just now. നമ്മൾ ഈ ധനഹ കാലത്ത്, ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷവൽക്കരണം. ക്രിസ്തു ആരാണ് എന്ന്, എന്താണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്, ദൈവം എന്താണ് വെളിപ്പെടുത്തി തരുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന കാലമാണ് പ്രത്യക്ഷവൽക്കരണ കാലം, ധനഹ കാലം. പണ്ടാണെങ്കിൽ ഒരു നിരീശ്വര ഗ്രന്ഥം കിട്ടണമെങ്കിൽ സ്കൂളുകളിൽ വളരെ രഹസ്യമായിട്ട് കൂട്ടുകാരും നമുക്ക് സംഘടിപ്പിച്ചു തരുന്നതാണ്. 8ലോ 9ലോ എനിക്ക് കിട്ടിയ ഒരു നിരീശ്വര ഗ്രന്ഥമാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അത് ഇടമറുകിൻ്റെ ഒരു പുസ്തകമാണ്. അങ്ങനെ കത്തോലിക്ക സഭയിലാണ് ഈ കോട്ടയം കേന്ദ്രമാക്കി ഒരാൾ മാത്രമേ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കത്തോലിക്ക സഭയെ വിമർശിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ നമ്മുടെ കൈകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബെഡിലടക്കം ക്രിസ്തു വിരുദ്ധതയും സഭാവിരുദ്ധതയും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ വിമർശനങ്ങൾ വരികയാണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഐഡിയോളജി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, ക്രിസ്തു ദൈവമായിരുന്നില്ല, പിന്നീട് ക്രിസ്ത്യാനികളെല്ലാം കൂടി അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റിയതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പോലെ ശ്രീനാരായണ ഗുരു ദൈവമായിരുന്നില്ല, പക്ഷെ പിന്നീട് വന്ന ആളുകൾ അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റി എന്ന് ചിന്തിക്കുന്നത് പോലെ ക്രിസ്തു ദൈവമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ വിഭാഗം തന്നെ ഭൂമിയിലുണ്ട്. അതാണ് യഹോവ സാക്ഷികൾ. അവർ പറയും പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ, ക്രിസ്തു ദൈവമേ അല്ല, പരിശുദ്ധാത്മാവ് ഏതോ ഒരു മാലാഖയാണ്. അത്രയാണ് അവരുടെ വിശ്വാസം. അവർ നമ്മോട് ചോദിക്കും, ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ ബൈബിളിൽ എന്തെങ്കിലും തെളിയിച്ചു തരാൻ പറ്റുമോ? ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? ഞാൻ ദൈവപുത്രനാണെന്ന് പറയും, ഞാൻ മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനെ പറ്റി വളരെയേറെ കാര്യം പറയുന്നത്, പക്ഷെ ഞാൻ ദൈവമാണ് എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മത പണ്ഡിതനും ഇപ്പോൾ പുറത്തിറങ്ങിയ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് മലേഷ്യയിൽ രഹസ്യ ജീവിതം നയിക്കുന്ന സക്കീർ നായിക്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പ്രസിദ്ധനായ ആ വ്യക്തി ഇങ്ങനെ പറയും, എല്ലാവരും വെല്ലുവിളിച്ച് പറയും, മുസ്ലിം മതത്തിൽ അവർ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നില്ല, പ്രവാചകനാണ്. അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് ബൈബിളിൽ എവിടെയെങ്കിലും ഒരു സിംഗിൾ സെന്റൻസ് വേർഡ് കാണിക്കാൻ പറ്റുമോ ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതായിട്ട്? സിംഗിൾ വേർഡ് ഒരു സ്ഥലത്തുമില്ല എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലും വ്യാപകമാകുമ്പോൾ ഞാൻ ഈ പറയുന്ന പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അതിന് എന്തുകൊണ്ട് നാം വിശ്വസിക്കണം ക്രിസ്തു ദൈവമാണ്? ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതാണോ?
അതിനാണ് ഞാൻ നിങ്ങളോട് പഴയ നിയമ വായന ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നമ്മുടെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ് ആ കൊച്ചു വായിച്ചത്. അതിലിങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സീനായ് മലയിലേക്ക് കയറി ചെന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കണമെന്ന് ഫറവോയോട് ചെന്ന് പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഉടനെ മോശ ചോദിച്ചേ, ഞാൻ ഫറവോയുടെ അടുക്കൽ ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് നിന്നെ ആരാ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. അപ്പോൾ ആരാണ് എന്നെ പറഞ്ഞു വിട്ടതെന്ന് ഞാൻ എന്ത് പറയും? ഉടനെ ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്ന ഭാഗാ പറഞ്ഞത്. ദൈവം പറഞ്ഞു, ഞാനായിരിക്കുന്നവൻ നിന്നോടിത് പറഞ്ഞു എന്ന് പറയണം. ഐ ആം ഹു ആം. യഹോവ, ഹെബ്രായ വാക്ക് യഹോവ. ഐ ആം ഹു ആം. ഞാൻ തന്നെ, ഞാൻ അസ്തിത്വമുള്ളവനാണ്, എന്നിൽ തന്നെ അസ്തിത്വമുള്ളവനാണ്. ആ ഞാൻ പറഞ്ഞു ഇസ്രായേൽക്കാരെ വിട്ടയക്കണം. ഐ ആം ഹു ആം എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഞാൻ തന്നെ എന്ന് മലയാളം ട്രാൻസ്ലേഷൻ. യഹോവ എന്ന വാക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ യഹോവ എന്ന ഉടയവന്റെ ദൈവത്തിന്റെ വാക്കാണ്. യഹോവ എന്ന വാക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വാക്കാണ്. ഞാൻ തന്നെ. ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാൻ പറ്റും. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഐ ആം ഹു ആം, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കാരണം മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനം തരാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. മനുഷ്യ രക്തത്തിന്, പാപപങ്കിലമായ മനുഷ്യകുലത്തിന്റെ പാപം കഴുകിക്കളയാൻ ശക്തിയില്ല. ചെളി വെള്ളത്തിന് ചെളി കഴുകിക്കളയാൻ പറ്റില്ല. അതിന് നിർമ്മല ജലം വേണം, വിശുദ്ധ ജലം വേണം. ശുദ്ധമായ ജലത്തിനെ അശുദ്ധിയെ കഴുകിക്കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും കർത്താവ് പറഞ്ഞത്. ഈ ഭാഗത്തിന്റെ 2-3 സെന്റൻസുകൾ കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ആ യഹൂദർ ഈശോയെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഞാൻ അബ്രാഹം എൻ്റെ ദിവസങ്ങൾ കാണാൻ ആഗ്രഹിച്ചു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദർ ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ബിഫോർ ഏബ്രഹാം ഐ ആം. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട്. ദൈവത്തിന് മാത്രമുള്ള ഒന്നാണ് നിത്യത, ഇറ്റേണിറ്റി. ആദ്യവുമില്ല അവസാനവുമില്ല. അതുകൊണ്ടാണ് ലേഖനത്തിൽ ആ കുട്ടി വായിച്ചത്, വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ ഭാഗം, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യവും അന്ത്യവുമാകുന്നു, എനിക്ക് ആദ്യമില്ല അന്ത്യമില്ല, അതൊക്കെ ഞാനാണ്. ഞാൻ തുടങ്ങിയതുമില്ല അവസാനവുമില്ല. ഇറ്റേണിറ്റി, നിത്യത. ഞാൻ നിത്യതയിൽ ജീവിക്കുന്നവനാണ് എന്ന് കർത്താവ് പറഞ്ഞത്. എനിക്ക് ആരംഭമില്ല. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട്. അബ്രാഹത്തിന് മുമ്പേ. ക്രിസ്തു ജനിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പൂർവ്വപിതാവായ അബ്രാഹം ജനിച്ചത്. പക്ഷെ ഈശോ പറയുകയാണ്, അബ്രാഹത്തിന് മുമ്പേ ഞാൻ ഉണ്ട്. അതിലാ വാക്ക് ഐ ആം. ബിഫോർ ഏബ്രഹാം ഐ ആം. ഒരു ദിവസം പിതാവായ ദൈവത്തെ പറ്റി നമ്മുടെ കർത്താവ് വിശദമായിട്ട് പഠിപ്പിച്ചേച്ചിരിക്കുകയായിരുന്നു സ്ലീഹന്മാരെ. അങ്ങനെ പഠിപ്പിച്ചേച്ചിരിക്കുന്ന നേരത്തെ സ്ലീഹന്മാരിൽ ഒരാൾ ഫിലിപ്പോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി. വലിയ ഡയലോഗൊക്കെ പിതാവിനെ പറ്റി പറഞ്ഞേച്ചിരിക്കുക ഈശോ. അപ്പൊ ഫിലിപ്പോസിനൊരു കൊതി, ഞങ്ങൾക്ക് ആ പിതാവിനെ ഒന്ന് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി. ഉടനെ ഈശോ പറയുന്നൊരു വാക്കുണ്ട്, ഫിലിപ്പോസേ, നീ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് പിതാവിനെ കണ്ടിട്ടില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്.
എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. വ്യത്യാസമില്ല. എന്നെ കണ്ടാൽ മതി, പിതാവിനെ കണ്ടു, അത് തന്നെ. ഈശോയെ പരീക്ഷിക്കാനായിട്ട് പിശാച് ജെറൂസലേം ദേവാലയത്തിന്റെ പിനക്കളിൽ ഏറ്റവും വലിയ ഉത്തുംഗമായ മണിമാളികയുടെ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടു നിർത്തി താഴേക്ക് ചാടിക്കൊള്ളാൻ പറഞ്ഞു. നീ താഴേക്ക് ചാടിക്കൊള്ളുക, നിന്റെ പാദങ്ങൾ കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ വഹിക്കാനായിട്ട് അവൻ മാലാഖമാര് വന്നുകൊള്ളും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. ഉടനെ ഈശോ പറയുന്നൊരു ഡയലോഗുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പ്രലോഭിപ്പിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് നമ്മെ വെളിപ്പെടുത്തുന്നത് ദൈവമാണെന്നാണ്. അത് ക്രിസ്തു പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോൾ അത് കേട്ട യഹൂദർക്ക് മനസ്സിലായി ഇവൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുകയാണ്. അപ്പൊ തന്നെ അവർ റിയാക്ട് ചെയ്യണം. ഒരാള് ദൈവമാണെന്നോ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ തന്നെ യഹൂദർ കല്ലെടുത്തു അവനെ എറിയാനായിട്ട്. അപ്പൊ യഹൂദർക്കറിയാം അവൻ ദൈവത്വം പ്രഖ്യാപിച്ചു എന്ന്. നാം വ്യാഖ്യാനിച്ച് മെനകേടാക്കിയാലേ ഉള്ളൂ. ക്രിസ്തു ദൈവമാണെന്ന് ക്രിസ്തു പറഞ്ഞു. കാരണം ക്രിസ്തുവിന്റെ ജനനം ഒരു പ്രവാചകന്റെ ജനനമായിരുന്നില്ല. ബൈബിൾ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തുടക്കം ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് കഴിഞ്ഞ് പറയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം മാംസമായതാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പറയാ, അവൻ ഇമ്മാനുവേൽ എന്നറിയപ്പെടും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. അവനെ ഇമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടും. ദൈവം നമ്മോട് കൂടെ. അവൻ ദൈവമാണ്. പറഞ്ഞു വന്നത്, നമുക്ക് ദൈവീകത നാട്ടുകാരോപിച്ചുണ്ടാക്കിയ ഒരു ബിംബമല്ല ക്രിസ്തു. ദൈവം മനുഷ്യനായി അവതരിച്ച രൂപമാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കണം. ക്രിസ്തു തന്നെ പറ്റി വെളിപ്പെടുത്തിയിട്ടുള്ളത് താൻ ദൈവമാണെന്നാണ്. അത് പ്രവൃത്തിയിലൂടെയും അവന്റെ ഉത്ഥാനത്തിലൂടെയും ഇന്നും ജീവിച്ചുകൊണ്ട് അവൻ തെളിയിക്കുന്നു അവൻ ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവശാസ്ത്രം എനിക്കും നിങ്ങൾക്കും നൽകുന്ന ശക്തി എന്താന്ന് വെച്ചാൽ, ദൈവത്തിന്റെ രക്തത്തിന് പാപമോചനത്തിനുള്ള അധികാരമുള്ള കഴിവുള്ളൂ. അതിൽ നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു എന്നതാണ്. നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു ദൈവത്തിന്റെ ബലി. അതുകൊണ്ടാണ് കർത്താവിന്റെ മരണത്തിന്റെ പ്രത്യേകത. വെറും ഒരു ആട് ചാവുന്നത് പോലെയോ, മഹാത്മാഗാന്ധി ജീവത്യാഗം ചെയ്തതുപോലെയോ, മാർട്ടിൻ ലൂതർ കിങ് ചെയ്തതുപോലെയോ ഒരു ത്യാഗമല്ല. മനുഷ്യകുലത്തിന്റെ പാപം മുഴുവൻ കഴുകാൻ കഴിവുള്ള രക്തത്തിന്റെ ബലിയർപ്പണമാണത്. അതുകൊണ്ട് അവൻ ദൈവമായതുകൊണ്ട് മനുഷ്യരക്ഷകനാണ്, വിമോചകനാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്, എൻ്റെ ഹൃദയത്തിൽ വരുന്നവനാണ്, ഓരോ തിരുവോസ്തിയിലും എഴുന്നള്ളാൻ കഴിവുള്ളവനാണ്. ഞാൻ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് വരാൻ അവന് ശക്തിയുണ്ട്. അവന്റെ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും. അവൻ ജീവിക്കുന്ന ദൈവം തന്നെയാണ്. ഇതാ നമ്മുടെ വിശ്വാസം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ബേസിക് ഓഫ് അവർ ഫെയ്ത്ത്. അത് വിട്ടിട്ട് വേറൊന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തില് ഈ വെളിപ്പെടുത്തൽ, ധനഹായുടെ ഒരു വെളിപ്പെടുത്തലുള്ളത്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഇന്ന് ഈശോ പറയാൻ കാരണം